പരിശുദ്ധ ത്രിത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസം ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, തിരുസഭ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഒടുവിൽ 5-ാമതായി കർത്താവ് ഒരു വാഗ്ദാനം നൽകുന്നു. ഇതാ യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ 5 സത്യങ്ങളുടെ മധ്യേ നിലകൊള്ളുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ എന്നാണ്. ഇതാണ് ഏറ്റവും പരമപ്രധാനമായ നിങ്ങളുടെ കർത്തവ്യം, വിശ്വാസ ദൗത്യം. നാം ഇവിടെ ത്രിത്വത്തെ കുറിച്ചുള്ള 12 പടികളിലൂടെ, ചിന്തകളിലൂടെ കടന്നു പോവുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. ഒന്നാമതായി, ത്രിത്വം എന്ന വാക്ക് എവിടെ നിന്ന് വരുന്നു? ഇത് ലാറ്റിൻ പദമായ ട്രിനിറ്റാസിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം 3 അല്ലെങ്കിൽ ത്രയം എന്നാണ്. ഗ്രീക്ക് പദം ട്രയാഡോസ് എന്നും. 2 എപ്പോഴാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്? ഈ പദത്തിൻ്റെ നിലനിൽക്കുന്ന ആദ്യത്തെ ഉപയോഗം ഏകദേശം AD 170 അന്തോക്യയിലെ തിയോഫിലസ് എഴുതിയതാണ്. 3 എന്താണ് ത്രിത്വം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ സംഗ്രഹം ഇങ്ങനെ വിശദീകരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തികളുള്ള ദൈവത്തിൻ്റെ ഏകത്വത്തിൽ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് സഭ അവളുടെ ത്രിത്വ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. 3 ദൈവീക വ്യക്തികളും ഒരു ദൈവവും മാത്രമാണ്. കാരണം അവരിൽ ഓരോരുത്തർക്കും ഏകവും അവിഭാജ്യവുമായ ദൈവീക സ്വഭാവത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പരസ്പരം അവർ വ്യത്യസ്തമാണ്. പിതാവ് പുത്രനെ ജനിപ്പിക്കുന്നു, പുത്രൻ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 48-ാം ഖണ്ഡിക. വ്യത്യസ്തമായ ദൗത്യം പേറുന്നവരെങ്കിലും അവർ ഏകരാണ്. 4 ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ കേന്ദ്ര രഹസ്യം ത്രിത്വമാണോ? അതെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യം ഏറ്റവും വാഴ്ത്തപ്പെട്ട ത്രിത്വത്തിൻ്റെ രഹസ്യമാണ്. ക്രിസ്ത്യാനികൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 44-ാം ഖണ്ഡിക. 5 എപ്പോഴാണ് സഭ ത്രിത്വത്തെ തെറ്റായി നിർവചിച്ചത്? ത്രിത്വത്തിൻ്റെ സിദ്ധാന്തം 2 ഘട്ടങ്ങളിലായാണ് നിർവചിക്കപ്പെട്ടത്. 1 ഒന്നാം നിസിയ കൗൺസിലിലും AD 325-ലും 2 കോൺസ്റ്റന്റിനോപ്പിളിലെ ആദ്യ കൗൺസിലിലും AD 381. ആദ്യം നിസിയ പുത്രൻ്റെ ദിവ്യത്വം നിർവചിക്കുകയും പുത്രനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗം എഴുതുകയും ചെയ്തു. പുത്രൻ ഒരു അമാനുഷിക വ്യക്തിത്വമാണെന്നും എന്നാൽ ദൈവമല്ലെന്നും അവകാശപ്പെടുന്ന ആര്യനിസം എന്നറിയപ്പെടുന്ന പാഷണ്ഡത കൈകാര്യം ചെയ്യാൻ ഈ കൗൺസിൽ വിളിക്കപ്പെട്ടു. ആദ്യം കോൺസ്റ്റന്റിനോപ്പിൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവീകതയെ നിർവചിക്കുകയും ആത്മാവിനെ പ്രതിപാദിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗം എഴുതുകയും ചെയ്തു.
ഈ കൗൺസിൽ മാസിഡോണിയം എന്നറിയപ്പെടുന്ന ഒരു പാഷണ്ഡത കൈകാര്യം ചെയ്തു. കാരണം അതിൻ്റെ വക്താക്കൾ മാസിഡോണിയയിൽ നിന്നുള്ളവരായിരുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവീകതയെ നിഷേധിക്കുന്നു. ഈ പാഷണ്ഡതയെ ന്യൂമറ്റോമാച്ചിയനിസം എന്ന് വിളിച്ചിരുന്നു. 6 ത്രിത്വം എങ്ങനെ തെളിയിക്കാനാകും? യേശു നമുക്ക് കൊണ്ടുവന്ന ദൈവീക വെളിപാടിലൂടെ മാത്രമേ ത്രിത്വം തെളിയിക്കാൻ കഴിയൂ. സ്വാഭാവികമായ കാരണത്താൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് മാത്രം അത് തെളിയിക്കാൻ കഴിയില്ല. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൻ്റെ സമാഹാരം ഇങ്ങനെ പറയുന്നു: സൃഷ്ടിയിലും പഴയ നിയമത്തിലും ദൈവം തൻ്റെ ത്രിത്വത്തിൻ്റെ ചില അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ത്രിത്വമെന്ന നിലയിൽ ത്രിത്വത്തിൽ അന്തർലീനമായിരിക്കുന്നത് ദൈവപുത്രൻ്റെ അവതാരത്തിനും അയക്കപ്പെടലിനും മുമ്പുള്ള ന്യായവാദത്തിനോ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിനോ പോലും അപ്രാപ്യമായ ഒരു രഹസ്യമാണ് പരിശുദ്ധാത്മാവ്. ഈ രഹസ്യം വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവാണ്. ഇത് മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടമാണ്. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 45. ത്രിത്വത്തിൻ്റെ ഉപദേശം പ്രകടിപ്പിക്കുവാൻ ഉപയോഗിച്ച പദാവലി വികസിപ്പിക്കാൻ സമയമെടുത്തെങ്കിലും തിരുവെഴുത്തുകളിൽ നിന്ന് ഉപദേശത്തിൻ്റെ വ്യത്യസ്ത വശങ്ങൾ നമുക്ക് പ്രകടമാക്കാൻ കഴിയും. 7. ഒരു ദൈവമേ ഉള്ളൂ എന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ കാണിക്കാനാകും? ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന വസ്തുത പഴയ നിയമത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഉദാഹരണത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പ്രഖ്യാപിക്കുന്നു: കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസനുമാണ്. നിങ്ങൾ എന്നെ അറിയുകയും വിശ്വസിക്കുകയും ഞാൻ അവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. എനിക്ക് മുമ്പ് ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഒരു ദൈവവും ഉണ്ടാവുകയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം വാക്യം. 44-ാം അധ്യായം 6-ാം വാക്യം പറയും: ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. 8. പിതാവ് ദൈവമാണെന്ന് നമുക്ക് എങ്ങനെ കാണിക്കാം? പുതിയ നിയമത്തിൽ പിതാവ് ദൈവമായി നിരവധി തവണ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയും, കൊരിന്ത്യസുകാർക്കെതിരെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും എല്ലാ ആശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എഫേസ്യസുകാർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 4-ഉം 6-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയും: നമ്മുടെ എല്ലാവരുടെയും പിതാവും ഒരു ദൈവവും എല്ലാവരിലുമാണ് എന്ന് വചനം പറയുന്നു. 9. പുത്രൻ ദൈവമാണെന്ന് നമുക്ക് എങ്ങനെ കാണിക്കാം? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ ഉൾപ്പെടെ പുതിയ നിയമത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത് പ്രഖ്യാപിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മാംസമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചിരിക്കുന്നു, പിതാവിൽ നിന്നുള്ള ഏക പുത്രൻ്റെ മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെ. 10. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നമുക്ക് എങ്ങനെ കാണിക്കാം? പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു ദൈവിക വ്യക്തിയായി ചിത്രീകരിക്കുന്നു. അവർ കർത്താവിനെ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബർണബസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേർതിരിക്കുക. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 2-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ ഇതിന് ഉപോദ്ബലകമാണ്. 11. പിതാവും പുത്രനും ആത്മാവും വ്യത്യസ്ത വ്യക്തികളാണെന്ന് നമുക്കെങ്ങനെ കാണിക്കാനാകും? വ്യക്തികളുടെ വ്യത്യാസം കാണിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, യേശു തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നു എന്ന വസ്തുതയിൽ അവർ ഒരേ വ്യക്തിയാണെങ്കിൽ ഇതിന് അർത്ഥമില്ല. അതേസമയം യേശു പറഞ്ഞു, പിതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവേ, നീ ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതേ പിതാവേ, അങ്ങയുടെ കൃപയുള്ള ഹിതം പ്രകാരമായിരുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്ന യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്
ക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യം. പുത്രൻ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ആത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് വരുന്നതെന്നും നമുക്ക് എങ്ങനെ കാണിക്കാനാകും? പുത്രൻ പിതാവിനാൽ ജനിക്കപ്പെടുന്നു എന്ന വസ്തുത ഈ വ്യക്തികളുടെ പേരുകളാൽ സൂചിപ്പിക്കുന്നു. പുത്രന്മാർ പിതാക്കന്മാരാൽ ജനിക്കുന്നു. ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി തൻ്റെ പിതാവായി ആദ്യ വ്യക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ അവൻ ഒരു പുത്രനായിരിക്കില്ല. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന വസ്തുത യേശുവിൻ്റെ മറ്റൊരു പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം. ഇത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതായി ചിത്രീകരിക്കുന്നു. ഞാൻ ആരെ അയക്കും? ഇവിടെ ത്രിത്വത്തിലെ വ്യക്തികളുടെ ബാഹ്യപ്രവർത്തനങ്ങൾ പരസ്പരം അവരുടെ പരസ്പര ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്നു എന്ന് അർത്ഥം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം നമുക്ക് വായിച്ചെടുക്കാവുന്നതിലും അതീതമാണ്. എങ്കിലും ഈ ത്രിത്വ രഹസ്യങ്ങളെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ആഴപ്പെടുത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.